ഞങ്ങൾ ഹിമാലയ യാത്രയിൽ ഇങ്ങനെ, അപ്പോൾ ഭജനാവലിയൊക്കെ ചിന്മയ മിഷനിലുള്ള കാലത്ത് ഭജനാവലിയൊക്കെ കൂടെ ഉണ്ടാവും എല്ലാവരുടെയും. ബസ്സിലൊക്കെ ഭയങ്കര പാട്ടായിരിക്കും. പാട്ട് എന്ന് പറഞ്ഞാൽ ഭജൻസും സ്തോത്രങ്ങളും ഗുരുസ്തോത്രവും അതും ഇതൊക്കെ ഇങ്ങനെ ചൊല്ലും ഓരോരുത്തരും. അപ്പോൾ ഈ ഓരോരുത്തരും ഓരോന്ന് ചൊല്ലാൻ തുടങ്ങുമ്പോൾ സ്വാമിജി ഞാനിത് ചൊല്ലട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് തുടങ്ങും. അപ്പോൾ സമ്മതം, ഒരു കൺസെൻറ്റ് കിട്ടാൻ എന്തിനാ സ്വാമിജി ഞാനിത് ചൊല്ലട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുമല്ലോ, ആ ശരി ചൊല്ലിക്കോളൂ എന്ന് പറയും. അപ്പം ഞാനിത് ചൊല്ലാൻ പോവുകയാണ്, നിങ്ങൾ മറ്റുള്ളവരാരും വേറെ ഒരു കൂടം ചൊല്ലരുത്, നിങ്ങളിതൊക്കെ ഇത് ഏറ്റു ചൊല്ലണം എന്നുള്ളതാണ്. അപ്പോൾ അവർ നേതാവായിക്കൊണ്ട് അവരത് ചെയ്യുന്നു. അങ്ങനെ ചിലരൊക്കെ ഉണ്ട്, അങ്ങനെ അവർക്ക് അതൊരു മിടുക്കാണ് അതിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരമ്മ, ഞാൻ ഭജഗോവിന്ദൻ ചൊല്ലട്ടെ, ഓ എല്ലാവരും ഏറ്റു ചൊല്ലണേ, അപ്പം എല്ലാവരും റെഡി. ഒരു ഭജഗോവിന്ദം ചൊല്ലാൻ തുടങ്ങി, വളരെ ഉച്ചത്തിലാണ്. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം. ബസ് ഇങ്ങനെ മുഴങ്ങുന്നിങ്ങനെ, ഭജ പറയുമ്പം ബസ് ഇങ്ങനെ എന്താ പറയുക, വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതെ. ഭയങ്കര ആവേശത്തിൽ രണ്ടാമത്തെ ശ്ലോകം. മൂഢജഹീഹിതനാഗമതൃഷ്ണാം കുരു സദ്ബുദ്ധിം മനസി വിതൃഷ്ണാം യല്ലഭസേ നിജ കർമ്മോപാത്തം വിത്തം തേന വിനോദയ ചിത്തം. പിന്നെ കാണാം കരണ്ട് പോയതുപോലെ, നാരീ സ്തനഭരനാഭീദേശം ദൃഷ്ടാമഗമോവേശം ഏതൻ മാംസവസാദി വികാരം മനസി വിചിന്തയ വാരം വാരം. അപ്പോൾ ഉച്ചത്തിൽ ചൊല്ലാൻ പറ്റാത്ത എന്തോ ഒരു പെശക് ഇവിടെ ഉള്ളതുപോലെ അവർക്കും തോന്നി. അപ്പം അന്ന് നമ്മളിത് ചർച്ച ചെയ്തു, എന്താ ടീച്ചറെ ശബ്ദമൊക്കെ പോയി ഒരു ടീച്ചറായിരുന്നു, എന്താ ടീച്ചറെ ശബ്ദം കേൾക്കുന്നില്ലല്ലോ. അപ്പം എല്ലാവരും കൂട്ടച്ചേരി, ഇതൊന്നും ശബ്ദത്തിൽ ചൊല്ലേണ്ടതല്ല. എന്നിട്ട് അവരെന്നെ പറഞ്ഞു, എന്തിനാണ് ശങ്കരാചാര്യർ ഇങ്ങനെയൊക്കെ എഴുതി വെച്ചത് എന്ന് ചോദിച്ചു.